ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫിത. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സീക്വൻസ് ഫാബ്രിക്കിൻ്റെ റെൻഡറിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ട്. അതിൽ ഗാർമെൻറ്റിൻ്റെ മേലെ ഇതേപോലെ ബേസ് ആയിട്ടുള്ള കളറൊന്ന് കൊടുത്തെടുക്കുകയാണ്. അതിന് മേലെ സെയിം കളർ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് ഡാർക്കൺ ചെയ്യുന്നുണ്ട്. അത് ഷാഡോക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഷാഡോവിൻ്റെ കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സീക്വൻസ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക് അല്ലേ. അപ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ ലെയേഴ്സ് ഓഫ് ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിതിൽ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീഡിയത്തിന് പകരം പെയിൻറ്റോ അല്ലെങ്കിൽ കളർ പെൻസിലൊക്കെ വെച്ചിട്ട് സെയിം മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു സീക്വൻസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് CD മാർക്കർ വെച്ചിട്ട് ആണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. CD മാർക്കറോ അല്ലെങ്കിൽ ബ്ലാക്ക് ജെൽ പെന്നോ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഷാഡോ കൂടുതൽ വരുന്ന പോർഷനിലേക്ക് കൂടുതൽ ഡോട്ടും ഉള്ളിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് കുറഞ്ഞ ഡോട്ടും എന്ന രീതിയിലൊന്ന് ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു ഡോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പോർഷനിൽ കൂടുതലും നമ്മളുടെ വൈറ്റ് ജെൽ പെന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിലേക്കാണ് കൂടുതൽ വൈറ്റ് ജെൽ പെന്ന് വെച്ചിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ഷാഡോ വരുന്ന പോർഷനിൽ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ ജെൽ പെന്ന് വൈറ്റ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. സെയിം മെത്തേഡിൽ നമുക്ക് താഴെയും കൂടെ ഒന്ന് ഡോട്ട് ഇട്ടിട്ട് കവർ ചെയ്തെടുക്കാം. ഈ ഒരു ഡോട്ട് ഇടുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഗാർമെൻറ്റിലേക്ക് കുറച്ചും കൂടെ ഷാഡോ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഈ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് ഷാഡോ വരുന്ന പോർഷനിൽ മാത്രം കുറച്ചും കൂടെ ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷെയ്ഡിങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്തും മേലെ ചെയ്ത പോലെ തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഡോട്ടൊക്കെ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മേലെ ചെയ്ത പോലെ തന്നെ ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിൽ വൈറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ മേലെ സ്ലീവും കൂടെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയി. ഇത്രയും ഈസി ആയിട്ട്, പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ടൈം ലാപ്സിൽ കാണുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല, പക്ഷേ ടൈം എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് സീക്വൻസ് ഫാബ്രിക് റെൻഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മേലെ ആ സ്ലീവിൻ്റെ പോർഷനിലും കൂടെ സെയിം മെത്തേഡിൽ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഗാർമെൻറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അതിലേക്കൊരു ഹെയറും കൂടെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.